കടന്നു വന്ന വഴിത്താരകൾ ആബാലവൃന്ദം ജനങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്വീകരണങ്ങൾക്കൊക്കെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി ചാണ്ടിയുമ്മൻ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കാൽനടയായി നടന്നു വരുന്നു. ജനവിധി നേടുന്ന ശ്രീ ചാണ്ടിയുമ്മന് കൈയടയാളത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷി ഇതാ ചാണ്ടിയുടെ മുന്നണി പോരാളി ശ്രീ ചാണ്ടിയുമ്മൻ ഇതാ ഈ നിരത്തിലൂടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ജോഷ്യാനടക്കമുള്ള നേതാക്കന്മാർ ഈ ഒരു പഞ്ചായത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു മേഖലയിൽ നടത്തിയിരിക്കുന്ന വലിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ വയ്ക്കുന്ന വലിയ സ്വീകരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ജോഷ്യാനടക്കമുള്ള എല്ലാവരും, രമേശടക്കം, ഇച്ചനടക്കം, ജോണിച്ചനടക്കം, പ്രിയപ്പെട്ട അഖിലടക്കം, പ്രിയപ്പെട്ട പുന്നൂർശാനടക്കം, സിനി മാത്യു അടക്കം, പ്രിയപ്പെട്ട മനീഷ് കുമാർ അടക്കം, പ്രിയപ്പെട്ട രവീന്ദ്രനടക്കം, പ്രിയപ്പെട്ട തോമശാനടക്കം എല്ലാവരെയും ഹൃദയത്തിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുല്ലേട്ടടക്കം എല്ലാവരുള്ള നന്ദി അവസരത്തിൽ പറയുന്നു. ഒരിക്കൽ കൂടി ഇവിടെ തന്ന സ്വീകരണത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സ്നേഹമാണ് 2 വർഷം മുതൽ സ്നേഹം. അതാണ് 48 വീടുകൾ, ഒപ്പം 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകൾ നൽകുവാൻ, അതിനോട് ചേർന്ന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും വിക്കാനും ചേർന്ന് മറ്റു കുറെ സ്കോളർഷിപ്പുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ പഠിക്കുവാൻ അവസരം ഉണ്ടാക്കിയ അടക്കമുള്ള പദ്ധതികൾ, ഡോൺ ബോസ്കോ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസുമായി ചേർന്നുകൊണ്ട് 4 പഞ്ചായത്തിൽ ഫുട്ബോൾ ട്രെയിനിങ് നമ്മുടെ കുട്ടികൾക്ക്. ആവപ്പാട് എനിക്കൊരു ചെറിയ വിഷമമുള്ളത് നമ്മുടെ കുളത്തിന്റെ കാര്യം മാത്രമാണ്. ദേവഗിരി കുളത്തിൽ നമ്മൾ 63 ലക്ഷം രൂപ കൊടുത്തിട്ട് സർക്കാർ പണി ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ 6 മാസം കൊണ്ട് UDF സർക്കാർ വന്ന് 6 മാസം കൊണ്ട് അത് നടപ്പിലാക്കും എന്നുള്ള വാക്കുകൂടി തന്നുകൊണ്ട് ഞങ്ങൾ പോവാം. അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. എനിക്കൂടെ വേറെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഏതായാലും എല്ലാവർക്കും ഒരിക്കലും ആശംസകൾ നേർന്ന് നിങ്ങളുടെ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണം. അങ്ങനെ വിജയിച്ചാൽ ഈ നാടിന്റെ വിജയമാക്കി അതിനെ മാറ്റും. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ നാടിന്റെ നായകൻ, പ്രിയങ്കരനായ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ക്ഷമയും സഹനവും കണ്ടപ്പോൾ സത്യം പറഞ്ഞ എന്റെ പിതാവിനെ ഓർമ്മയുണ്ട്. ഞാൻ ഹെലികോപ്റ്റർ വരെ അദ്ദേഹത്തിനോടൊപ്പം വണ്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ പിതാവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ചില വർഷങ്ങൾ പുറകിലായിരുന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിനോട് ഇരുന്നപ്പോൾ ഞാൻ പുറകിലായിരുന്നുകൊണ്ടിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള സാമ്യം. ഒരാൾ വീണ് കിടന്നപ്പോൾ അപ്പത്തിന്റെ വണ്ടി നിർത്തി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ, അത് കഴിഞ്ഞ് സൈക്ലിംഗ് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുവാൻ ഒക്കെ രാഹുൽ ഗാന്ധി കാണിച്ച ഒരു ക്ഷമ ഒക്കെ തീർച്ചയായിട്ടും എന്റെ പിതാവിനെയാണ് ഓർപ്പിക്കുന്നത്. അങ്ങനെ ഒരു നേതാവ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ രാജ്യത്തിന് ആവശ്യം. തീർച്ചയായിട്ടും ആ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് പങ്കുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തൊട്ട് അടുത്ത മരണവീടുണ്ട്, അവിടെ ഒരു വാക്ക് അനുശോചനം പറയാൻ ഞാൻ അങ്ങോട്ട് 1 മിനിറ്റ് ഒന്ന് കയറി തിരിച്ചു വരുന്നതിനായിട്ട് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കുന്നുണ്ട്.